ആദിപരാശക്തി നമഃ. ശ്രീലളിത സഹസ്രനാമ സ്തോത്രം. ആദിപരാശക്തിയുടെ കേശാദിപാത വർണ്ണനം. 140 ശ്ലോകം. 724 നാമപദം. സ്വതന്ത്ര. സ്വതന്ത്രയാണ് ദേവി. ഒന്നിനെയും ആശ്രയിക്കാതെ സൃഷ്ടി നടത്തുന്ന ദേവി. 725 നാമപദം. സർവതന്ത്രേശി. സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായ ദേവി. 726 ദക്ഷിണാമൂർത്തി. ദേവി ദക്ഷിണാമൂർത്തിയുമാണ്. അദ്വൈത സത്യം മൗനമായിരുന്നു ഉപദേശിക്കുന്ന ശിവരൂപനായ പരമഗുരുവാണ് ദക്ഷിണാമൂർത്തി. 727 സനകാദി സമാരാധ്യ. സനകൻ ആദിയായ മഹർഷിമാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി. 728 ശിവജ്ഞാനപ്രദായിനി. ശിവജ്ഞാനം നൽകുന്ന ദേവി. സത്യവസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നവൾ എന്നും അർത്ഥം. 729 ചിത് കല. ചിത് ബ്രഹ്മത്തിൻ്റെ ചിത് അംശമായ ദേവി. ചിത്ത് എന്നാൽ ശുദ്ധബോധമെന്നും ജ്ഞാനമെന്നുമൊക്കെ അർത്ഥം. 730 ആനന്ദകലിക. ആനന്ദത്തിൻ്റെ പൂമുട്ടായ ദേവി. ബ്രഹ്മത്തിൻ്റെ ആനന്ദം എന്നാൽ അത് ദേവിയാണ്. ആ ആനന്ദത്തിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ് നാം ജീവന്മാർ അനുഭവിക്കുന്ന ആനന്ദം. 731 പ്രേമരൂപ. പ്രേമസ്വരൂപിണിയാണ് ദേവി. 732 പ്രിയങ്കരി. ഏവർക്കും പ്രിയങ്കരിയാണ് ദേവി. എല്ലാവർക്കും പ്രിയം ചെയ്യുന്നവളുമാണ് ദേവി. 733 നാമപാരായണ പ്രീത. നാമപാരായണം ദേവിക്ക് ഏറെ ഇഷ്ടമാണ്. 734 നന്ദിവിദ്യ. നന്ദികേശ്വര മതത്തിലുള്ള ശ്രീവിദ്യാസ്വരൂപിണിയാണ് ദേവി. ശ്രീവിദ്യാമന്ദിരത്തിന് 15 ദഷ്ട്രാക്കളുണ്ട്. അതിൽ ഇന്ദ്രനു പകരം നന്ദി എന്ന് ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. 735 നടേശ്വരി. നടരാജപത്നിയാണ് ദേവി. 736 മിഥ്യാ ജഗത് അധിഷ്ഠാന. മിഥ്യയായ ഈ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ അടിസ്ഥാനമാണ് ദേവി. 737 മുക്തിദ. മുക്തി നൽകുന്നവളാണ് ദേവി. 738 മുക്തിരൂപിണി. മുക്തിസ്വരൂപിണിയാണ് ദേവി. അതായത് അവിദ്യ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ആത്മതത്വത്തെ വിദ്യയുടെ സഹായത്താൽ കണ്ടെത്തുമ്പോഴാണ് മോക്ഷം ലഭിക്കുക. അത് നമുക്ക് നൽകുന്നവളാണ് ദേവി. 739 ലാസ്യപ്രിയ. ലാസ്യം എന്നാൽ സ്ത്രീകളുടെ നൃത്തമാണ്. അവിടെ നടനപ്രിയയായ ദേവി എന്നർത്ഥം. 739 ലയകരി. ലയമുണ്ടാക്കുന്ന ദേവി. ഒരു പ്രത്യേക ധ്യാന അവസ്ഥയ്ക്കാണ് ലയം എന്ന് പറയുക. മന്ത്രയോഗം പോലെ തന്നെ ലയയോഗവുമുണ്ട്. പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. 741 ലജ്ജ. ലജ്ജയാണ് ദേവി. കുലസ്ത്രീകളുടെ ഒരു ലക്ഷണമായി ലജ്ജ കരുതപ്പെടുന്നു. അപ്പോൾ ലജ്ജാസ്വരൂപിണിയായ ദേവി അതിൽ ഒരു അംശമാണ് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. 742 രംഭാതിവന്ധിത. രംഭ മുതലായ അപ്സരസ്സുകളാൽ പൂജിക്കപ്പെടുന്ന ദേവി. 743 ഭവതാവ സുധാവൃഷ്ടി. സംസാരമാകുന്ന ആ കാട്ടുതീ കെടുത്തുന്ന അമൃതവർഷമാണ് ദേവി. ഭവത വസുധാവൃഷ്ടി എന്നത് പദം മുറിച്ച് ലോകസുഖങ്ങളും മോക്ഷം നൽകുന്നവൾ എന്ന് അർത്ഥം പറയാം. 744 പാപാരണ്യ ദവാനല. ഈ പാപമാകുന്ന ആരണ്യം, കാട്, ആ കാടിനെ കത്തിച്ചു കളയുന്ന ഒരു കാട്ടുതീയാണ് ദേവി. 745 ദൗർഭാഗ്യ തുലാവതുല. ദൗർഭാഗ്യത്തെ ഒരു പഞ്ഞി പോലെ പരത്തുന്ന കൊടുംകാറ്റാണ് ദേവി. അതായത് നിർഭാഗ്യത്തെ നിസ്സാരമാക്കുന്ന സത്കർമ്മങ്ങളുടെ ഉറവിടമാണ് ദേവി എന്നും അർത്ഥമുണ്ട്. 746 ജരധ്വാന്ത രവിപ്രദ.
ജരയാകുന്ന ആ ഇരുട്ടിനെ നശിപ്പിക്കുന്ന രവി അഥവാ സൂര്യപ്രകാശമാണ് ദേവി. 747 ഭാഗ്യാബ്ദി ചന്ദ്രിക, ഭാഗ്യസമുദ്രത്തിലെ ഒരു നിലാവാണ് ദേവി. 748 ഭക്തചിത്തകേകി ഘനാഘന, ഭക്തഹൃദയത്തിൽ ആകുന്ന ആ മയിലുകളെ ആനന്ദിപ്പിക്കുന്ന കാർമേഘമാണ് ദേവി. കറുത്ത മേഘങ്ങളെ കാണുമ്പോഴാണല്ലോ മയിലുകൾ സന്തോഷത്തോടെ നൃത്തം വയ്ക്കുന്നത്. 749 രോഗപർവ്വത ദംഭാളി, രോഗങ്ങളാകുന്ന ആ പർവ്വതങ്ങളെ നശിപ്പിക്കുന്ന വജ്രമാണ് ദേവി. ശ്രീചക്രത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥം സർവരോഗ വിനാശകവുമാണ്. 750 മൃത്യുദാരു കുഠാരിക, കുഠാരിക എന്നാൽ കോടാലി, മഴു. അപ്പോൾ മരണമാകുന്ന ആ മരത്തെ വെട്ടിമാറ്റുന്ന കോടാലിയാണ് ദേവി. 751 മഹേശ്വരി, മഹേശ്വരിയാണ് ദേവി. 752 മഹാകാളി, മഹാകാളിയാണ് ദേവി. 753 മഹാഗ്രാസ, എല്ലാം ഗ്രസിക്കുന്നവളാണ്, വിഴുങ്ങുന്നവളാണ് ദേവി. പ്രളയകാലത്ത് ദേവി പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുന്നുണ്ടായിരുന്നു. 754 മഹാശന, എല്ലാം ഭക്ഷിക്കുന്ന ദേവി. അതായത് പ്രളയത്തിൽ സർവചരാചര പ്രപഞ്ചത്തെയും തൻ്റെ ഉള്ളിലേക്ക് ആക്കിയതുകൊണ്ട് മഹ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 755 അപർണ, അപർണ എന്നാൽ ഋണങ്ങളെയെല്ലാം നീക്കുന്ന ദേവി. ഋണം എന്നാൽ കടമാണ്. അപ്പോൾ മനുഷ്യന് ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവരോടൊക്കെ ജന്മന ഒരു കടമുണ്ട്. അപ്പോൾ ഈശ്വരനിൽ പൂർണ്ണ ശക്തി അല്ലെങ്കിൽ പൂർണ്ണ ശരണമടയുന്ന ഭക്തൻ്റെ എല്ലാ കടങ്ങളും ഈശ്വരൻ നീക്കി നൽകുന്നു. ഇതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ശിവനെ തപസ് ചെയ്യുമ്പോൾ ശ്രീ പാർവതി ദേവി ശരീരത്തിൽ അഥവാ ഒരു ആ തപസ്സിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് എല്ലാവിധ ഭക്ഷണങ്ങളും ഉപേക്ഷിച്ച് അവസാനം ഒരു ഇല എന്നാൽ പർണം, ഇല പോലും കഴിക്കാതെ ആണ് ദേവി അന്ന് ആ കഠിന തപസ് ചെയ്തത്. അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുണ്ട്. പർണം അഥവാ ഇല എന്നാണ് അർത്ഥം. 756 ചണ്ഡിക, ചണ്ഡികയായ ദേവി. ആസുര സ്വഭാവമുള്ളവരിൽ ദേവി എപ്പോഴും ക്രുദ്ധയായിരിക്കും. 757 ചണ്ഡമുണ്ഡാസുര നിഷാദിനി, ചണ്ഡൻ, മുണ്ഡൻ എന്നീ അസുരന്മാരെ വധിച്ച ദേവി. 758 ക്ഷരാക്ഷരാത്മിക, ക്ഷരവും അക്ഷരവുമായ രണ്ടും ദേവി തന്നെയാണ്. അതായത് നശിക്കുന്നതും നശിക്കാത്തതുമായ എല്ലാറ്റിനകത്തും ദേവി ചൈതന്യം ഉണ്ട്. 759 സർവലോകേശി, എല്ലാ ലോകങ്ങൾക്കും ഈശ്വരിയാണ് ദേവി. 760 വിശ്വധാരിണി, പ്രപഞ്ചത്തെ ധരിക്കുന്നവളാണ് ദേവി. ധരിക്കുക എന്നാൽ ആശ്രയിക്കുക എന്നും അർത്ഥമുണ്ട്. 761 ത്രിവർഗദാത്രി, ധർമ്മ, അർത്ഥ, കാമ എന്നീ ത്രിവർഗത്തെയും ദേവിയാണ് നമുക്ക് നൽകുന്നത്. ഇത് മോക്ഷാഗ്രഹമില്ലാതെ സകാമമായി ഭജിക്കുന്നവർക്കാണ്. നിഷ്കാമ ഭക്തർക്ക് ദേവി മുക്തിയും നൽകുന്നു. 762 സുഭഗ, സൗഭാഗ്യവതിയാണ് ദേവി. ഭഗ എന്ന ശബ്ദത്തിന് ശ്രീ എന്നും അർത്ഥമുണ്ട്. ശ്രീ, കാമം, മാഹാത്മ്യം, വീര്യം, യത്നം, കീർത്തി എന്നൊക്കെ അർത്ഥമുള്ളതായി നാം നേരത്തെ തന്നെ കണ്ടിരുന്നു. 763 ത്രംബക, ശിവപത്നിയാണ് ദേവി. ത്രിമൂർത്തിയുടെയും അമ്മയാണ് എന്നും അർത്ഥം. 764 ത്രിഗുണാത്മിക, ത്രിഗുണസ്വരൂപിണിയാണ് ദേവി. ത്രിഗുണമെന്നാൽ സത്വം, രജസ്, തമസ്. 765 സ്വർഗാപവർഗത, സ്വർഗവും മോക്ഷവും എല്ലാം നൽകുന്ന ദേവി. 766 ശുദ്ധ, ശുദ്ധയാണ് ദേവി. അവിദ്യാസ്പർശമില്ലാത്തത് കൊണ്ടാണ് ദേവിയെ ശുദ്ധ എന്ന് പറയുന്നത്. 767 ജപാപുഷ്പ നിഭാകൃതി, ചെമ്പരത്തിപ്പൂവിൻ്റെ, ജപാപുഷ്പം എന്നാൽ ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയുള്ള ദേവി.
768 ഓജോപതി, ഓജസ്വിനിയാണ് ദേവി. മനുഷ്യൻ്റെ പ്രാണശക്തിക്കാണ് ഓജസ് എന്ന് പറയുന്നത്. അത് ദേവിയുടെ അംശമാണ്. 769 ദ്യുതിധര, ദ്യുതിധര, പ്രഭയുള്ള ദേവി. 770 യജ്ഞരൂപ, യജ്ഞസ്വരൂപിണിയാണ് ദേവി. യജ്ഞപുരുഷനാണ് ഈശ്വരൻ. അപ്പോൾ യജ്ഞമാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരമെന്നാണ് ഗീതയിൽ പറയുന്നത്. ദേവി യജ്ഞസ്വരൂപിണിയാണ്. 771 പ്രിയവ്രത, വ്രതങ്ങളിൽ പ്രിയമുള്ളവളാണ് ദേവി. 772 ദുരാരാധ്യ, ആരാധിക്കാൻ വിഷമമുള്ള ദേവി. അതായത് ശുദ്ധമായ ഭക്തിയും ഏകാഗ്രതയും ഇല്ലാത്തവർക്ക് ദേവിയെ ഉപാസിക്കുന്നത് വളരെ വിഷമമാണ്. 773 ദുരാധർഷ, ആർക്കും ജയിച്ച് കീഴ്പ്പെടുത്താനാവാത്തവളാണ് ദേവി. 774 പാടലി കുസുമപ്രിയ, പാടലി പുഷ്പം, അതായത് ചുവന്നതും വെളുപ്പും നിറങ്ങൾ ഇടകലർന്ന ഒരു പൂവാണ് പാടലി പുഷ്പം. അപ്പോൾ അത് ഏറെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. ശിവന് കൂവളം പോലെയാണ് പാർവതിക്ക് പാടലി പുഷ്പം. 775 മഹതി, എല്ലാറ്റിലും മഹത്താണ് ദേവി. 776 മേരുനിലയ, മേരുപർവ്വതത്തിൽ വസിക്കുന്ന ദേവി. സുമേരു പർവ്വതത്തിൻ്റെ നടുവിൽ കൊടുമുടിയിൽ ശ്രീമദ് എന്ന നഗരത്തിലെ ചിന്താമണി എന്ന ഗൃഹത്തിലാണ് ദേവി വസിക്കുന്നതെന്ന് നാം നേരത്തെ തന്നെ കണ്ടിരുന്നു. 777 മന്ദാര കുസുമപ്രിയ, മന്ദാരകുസുമം, മന്ദാരപുഷ്പം ഇഷ്ടപ്പെടുന്ന ദേവി. 778 വീരാരാധ്യ, വീരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ 6 ശത്രുക്കളെയും ജയിച്ച് ആത്മജ്ഞാനം നേടിയവരെയാണ് വീരന്മാർ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ ദേവിയെ ആരാധിക്കുവാനും ആവുകയുള്ളൂ. 779 വിരാട് രൂപ, പ്രപഞ്ചരൂപത്തിൽ വർത്തിക്കുന്ന ദേവി. വിശ്വരൂപ എന്ന് പറഞ്ഞതുപോലെ വിരാട് രൂപ. 780 വിരജ, രജസില്ലാത്ത ദേവി. രജസ് എന്ന് പറയുമ്പോൾ ആ ഒരു രജോ ഗുണം അഥവാ മാലിന്യം ദേവിയിലില്ല. 780 വിശ്വതോമുഖി, വിശ്വമെങ്ങും മുഖങ്ങളുള്ള ദേവി. സർവമുഖി എന്ന് നാം നേരത്തെ കണ്ടിരുന്നു. 782 പ്രത്യഗ്രൂപ, അകത്ത് കാണേണ്ടവളാണ് ദേവി. അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അകത്തേക്ക് തിരിച്ച് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് ദേവിയുടെ ആ ആത്മതത്വം മനസ്സിലാവുകയുള്ളൂ. 783 പരാകാശ, പരമമായ ആകാശമാണ് ദേവി. 784 പ്രാണത, പ്രാണശക്തി നൽകുന്നവളാണ് ദേവി. പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കുമൊക്കെ ശക്തി നൽകുന്നത് ദേവി തന്നെയാണ്. 784 പ്രാണരൂപിണി, പ്രാണസ്വരൂപിണിയാണ് ദേവി. ഇവിടെ പ്രാണൻ എന്നാൽ ബ്രഹ്മമാണ്. അങ്ങനെ ദേവി നാമപദങ്ങൾ ഇങ്ങനെ ദേവിയുടെ ആ ഒരു മഹാത്മ്യം വർണ്ണിക്കുന്നതിലൂടെ ദേവീ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്.